അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എനിക്കും കുടുംബത്തിനും അൽഹംദുലില്ലാ അങ്ങനെ പോകണം. അപ്പോൾ ഇന്ന് നമ്മളെ സോനേനെയും റമീസിനെയും കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതേറെ സോനേനെയും റമീസിനെയല്ല പറയുന്നത്, റമീസിൻ്റെ മാതാപിതാക്കളോടാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് കേരളത്തിലും മറ്റുള്ള രാജ്യങ്ങളിലും നടക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ടി വി ഇല്ലാത്ത വീടില്ല. വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ, ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ചെറിയ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്ന് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിനെ ആ ചെറുക്കൻ സ്നേഹിക്കുകയും ഈ പെൺകുട്ടിനോട് വിവാഹ വാഗ്ദാനം ചെയ്യുകയും രണ്ടുപേരും വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ കുട്ടിനെ വീട്ടിൽ കൊണ്ടുപോകും. അവൻ വീട്ടിലെ മാതാപിതാക്കൾക്ക്, റമീസിൻ്റെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാം, സോനയുടെ മാതാപിതാക്കൾക്ക് ഈ വിവരം അറിയാം. മതം മാറി കല്യാണം ചെയ്യാനാണെങ്കിലും ആ കുട്ടി സമ്മതമാണ്. പക്ഷേ അനാശാസ്യത്തിന് അവനെ പോലീസ് പിടിച്ചപ്പോൾ, ലോഡ്ജിൽ നിന്ന് പിടിച്ചപ്പോൾ അവൾ ഇനി മതം മാറാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പം നിർബന്ധിച്ച് ഒരാളെ മതം മാറ്റുന്നതിൽ നമ്മളെ ഇസ്ലാമിൽ പറഞ്ഞതല്ല. എൻ്റെ അറിവല്ല, പല പണ്ഡിതന്മാരും പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇതിനേക്കാൾ കൂടുതലുള്ള തെറ്റാണ് ആ മാതാപിതാക്കൾ ചെയ്തത്. അവർ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് കൺവെർട്ടായി വന്നവരാണെന്ന് പറയുന്നുണ്ട്. അവർക്കത് ഇഷ്ടമാണ്, അവർ വന്നു. ഇഷ്ടമല്ലാത്തൊരു കുട്ടിനെ എന്തിനു നിങ്ങൾ നിർബന്ധിക്കണം? നിങ്ങൾ ആ വീട്ടിലുള്ളപ്പോൾ ആ കുട്ടിനെ ആ വീട്ടിൽ പൂട്ടിയിട്ടു എന്ന് പറയുന്നത് എന്തിനു നിങ്ങൾ അതിന് സമ്മതിക്കണം? നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ മകൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ അനുകൂലിക്കുകയല്ലല്ലോ വേണ്ടത്, നിങ്ങൾ എതിര് നിൽക്കല്ലേ വേണ്ടത്. നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, എവിടെയെങ്കിലും പോയി നിങ്ങൾ ജീവിച്ചോ. നാളെ ഇതൊരു പ്രശ്നമായി വന്നാൽ ഞങ്ങൾക്ക് നടക്കാൻ വയ്യ, ഞങ്ങൾ പ്രായമായവരാണ്, ഞങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കണം എന്നാ മാതാപിതാക്കൾക്ക് പറഞ്ഞൂടെ? ഒരു സമൂഹത്തെ മുഴുവൻ കരിവാരി തേച്ച് കൊണ്ടുള്ള പ്രവൃത്തി ചെയ്യാൻ ആ മാതാപിതാക്കളും കൂടെ കൂട്ടുനിന്നില്ലേ? അല്ലെങ്കിലേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ, ഒരു ലൈവ് ചെയ്യുമ്പോൾ വന്ന് ചോദിക്കുന്നതാണ് ഹലാലും ഹറാമും പരിവർത്തനവും മറ്റുള്ളതും എല്ലാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട മദർമാരെയും കുട്ടികളെയും അച്ഛന്മാരെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോകുന്നതും അവരെ മർദ്ദിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും ഇതെല്ലാം ഈ വീഡിയോസിൽ ദിവസങ്ങൾക്കുള്ളിലാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. എന്നിട്ട് പോലും ഈ മാതാപിതാക്കൾ അത് ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് എത്രത്തോളം ബുദ്ധിയും ബോധവും ഉണ്ട്. ഇവർ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇവരെ ആരായിരുന്നാലും, മാതാപിതാക്കൾ ആരായിരുന്നാലും ഈ സമൂഹത്തിൽ നടക്കുന്നത് ഇവരറിയുന്നില്ലേ? എൻ്റെ കുടുംബത്തിലും ഇഷ്ടംപോലെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. കാരണം നാളെ അള്ളാഹു എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അറിയില്ല. എന്താണെങ്കിലും എല്ലാ മക്കളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത് നമ്മളെ മതത്തിൽപ്പെട്ടതാണെങ്കിലും ഇതര മതസ്ഥിൽപ്പെട്ടതാണെങ്കിലും. എന്തൊരു ജന്മമാണ് ആ മാതാപിതാക്കൾ. എനിക്ക് ദേഷ്യം വരുന്നത് റമീസിൻ്റെ മാതാപിതാക്കളോടാണ്, പെൺകുട്ടിയുടെ മാതാപിതാക്കളോടല്ല, റമീസിൻ്റെ മാതാപിതാക്കളോടാണ് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് എനിക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു മകൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തിരുത്തിക്കൊണ്ട് വരേണ്ടത് മാതാപിതാക്കളാണ്. അത് മാതാപിതാക്കൾ പറഞ്ഞത് മകൻ അനുസരിക്കുന്നില്ല എന്ന് കണ്ടാൽ നമ്മളെ മഹലുണ്ട്, നമ്മളെ മഹലിൽ ആ മകനെ കൂട്ടിക്കൊണ്ട് പോകാം. എന്നിട്ട് അവരോട് പറയാം, ഇതാ ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ഇത് നാളെ ഇതേമാതിരി വല്ല മതപരിവർത്തനത്തിന് പ്രശ്നമായിട്ട് വന്നാൽ ഞങ്ങളിതിൽ ഉത്തരവാദിയല്ല, മകൻ ചെയ്യുന്നതാണ് എന്നെങ്കിലും ആ മാതാപിതാക്കൾക്ക് അവിടെ പോയി പറഞ്ഞൂടെ? അവർ വീഡിയോസിലും വാർത്തയിലൊക്കെ പറയുന്നത് കേട്ടു, ഈ പെൺകുട്ടി മതത്തിൽ ചേർന്നില്ലെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എവിടെയും ഒഴിവാക്കിയില്ലേ? ഇപ്പോൾ നിങ്ങളെ അവസ്ഥ എന്തായി? അന്ന് നിങ്ങൾ
ഒരു വാക്ക് നിങ്ങളെ മകനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നോ? നിങ്ങളെ സ്വന്തം വീടും പൂട്ടിയിട്ട് നിങ്ങൾ ഏതോ നാട്ടിലേക്ക് എവിടെയോ നിങ്ങൾ മുങ്ങിയിരിക്കണു. ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ടോ? ആ മകൻ പറഞ്ഞതനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മകനെ നിങ്ങൾക്ക് പുറത്താക്കിക്കൂടെ? പുറത്ത് തന്നെ ആക്കണം. വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. ഇങ്ങനെയുള്ള മക്കളെയൊന്നും വീട്ടിലേക്ക് കയറ്റാൻ പാടില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ മാതിരി നാടോടുമ്പോൾ നാട്ടിലെന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പ്രവർത്തിക്കുന്ന മക്കളെ നിങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇനി ഏത് മക്കളാണെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, ഇനി നമ്മളെ മതത്തിലുള്ള അങ്ങോട്ട് പോയി കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ. ആ മക്കളെ അതോടുകൂടി അങ്ങനെ പറഞ്ഞു വിട്ടേക്കുക. കാരണം ഒരു സമുദായത്തെ മൊത്തം കരിവാരി തേച്ച് പ്രശ്നങ്ങളിലേക്ക് നയിക്കാതെ ആ ഒരു മകൻ മാത്രമല്ലേ പോകുള്ളൂ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മകൾ മാത്രമല്ലേ പോകുള്ളൂ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ എത്ര 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 മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ത് മാതാപിതാക്കളാണ് ഈ മാതാപിതാക്കളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മക്കളൊക്കെ പറഞ്ഞനുസരിക്കുന്നില്ലെങ്കിൽ ആ മകനോട് പറയാം, അല്ലെങ്കിൽ ആ മകൻ്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കാം. അപ്പോഴൊക്കെ നാളെ ഇവർക്കത് തെളിവാണ്. ഇവർ ഈ വീട് പൂട്ടി എവിടെ ഓടേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ വീടും പൂട്ടി നാട്ടുകാരോടെയോ കുടുംബത്തിൻ്റെയോടെയോ പോയി ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞ ഇതൊരു പെൺകുട്ടീനെ തന്ത്രപരമായിട്ട് കൂട്ടിയിട്ട് വന്ന് റൂമിലിട്ട് അടച്ച ആ കുട്ടീനെ മർദ്ദിക്കുന്ന അത്ര വരെ നിങ്ങൾ ചെയ്ത് അതിന് നിങ്ങളും കൂടെ കൂട്ടുനിന്നപ്പോൾ നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇന്ന് കാലഘട്ടം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നിങ്ങളെ മാത്രമല്ല, എന്നെപ്പോലെ നമ്മളെ ഇതിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ഇത് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പോകുമെന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ വിവരം പോലും ആ മാതാവിനോ പിതാവിനോ ഇല്ലേ? എന്ത് മാതാപിതാക്കളാണ്? മാതാപിതാക്കളെ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. ഏത് മതത്തിൽപ്പെട്ട ആൺകുട്ടിയും പെൺകുട്ടിയും സ്നേഹിച്ചാലും മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലെങ്കിൽ ആ മക്കളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുക. എവിടെയെങ്കിലും പോയി ജീവിച്ചോളുക. എന്ത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ആൾക്കാരോട് പറയുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ എഴുതി വയ്ക്കുക. അത് ഇന്ന ആളുടെ കൂടെ പോകും, ഞങ്ങളെ സമ്മതമല്ലാതെയാണ് പോകുന്നത് എന്നുള്ളത് പറയുക. ഇവർക്കും അത് ചെയ്യായിരുന്നു. ആ മകൻ്റെ പേരിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ട് അവരോട് പറയുകയോ ചെയ്യാമായിരുന്നു. ഞങ്ങൾ ഇതില്ലാതെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് നാളെ ഇതിലൊരു പ്രശ്നം വന്നാൽ ഞങ്ങളിതിൽ ഉത്തരവാദിയല്ല എന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് പറയാൻ പാടില്ലായിരുന്നു. എന്ത് മാതാപിതാക്കളാണ്? മാതാപിതാക്കളെ നിങ്ങൾ മക്കൾ ചെയ്യുന്ന എല്ലാ തമ്മാടിത്തരത്തിനും കൂട്ടുനിന്നുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ കരിവാരി തേക്കാൻ ഇറങ്ങിയ നിങ്ങളൊക്കെ എന്താണെന്നാ പറയുക? ഇതിനാര് ചെയ്താലും, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഒരു ഇസ്ലാം മതത്തിൽ ആരും പറഞ്ഞിട്ടില്ല നിർബന്ധിച്ച് കൊണ്ടുവന്ന് മതത്തിൽ കൂട്ടാനോ മർദ്ദിക്കാനോ അല്ലെങ്കിൽ അന്യമതത്തിൽ പോയി സ്നേഹിക്കാനോ എന്നിട്ട് കൊണ്ടുവന്നത് പ്രശ്നത്തിനാക്കി സമുദായത്തിനെ മൊത്തം കരിവാരി തേക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എല്ലാം അവനവൻ്റെ നെള്ളിപ്പ് കൊണ്ട് കുത്തിത്തറപ്പ് കൊണ്ട് ചെയ്യുന്നത് മറ്റുള്ളവരെ ബാധിക്കുമെന്നുള്ള ചിന്തയില്ലാതെ, അവനവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ള ചിന്തയില്ലാതെ ചോരത്തളപ്പ് കൊണ്ട് ചെയ്തു കൂട്ടുന്നത് എന്താണ്? ഇതിനൊക്കെ പറയുക. എനിക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരാത്തത് റമീസിൻ്റെ മാതാപിതാക്കളോടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിന് കുറച്ച് കൂട്ടുകാരവന്. ഇവരൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? ഇവരൊന്നും കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഇവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരാണോ? വാർത്താ ചാനലുകൾ കാണാത്തവരാണോ? എന്താണെങ്കിലും ഇനിയെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതോ ഒരു ബോധോദയമുണ്ടായ
അത് നല്ലതല്ലേ? ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.